ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുറത്തു പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കൂടുതൽ ആൾക്കാർ വേണമെന്നൊന്നുമില്ല. ഞാൻ, അച്ഛൻ, അമ്മ, കുഞ്ഞാവ. അച്ഛൻ അങ്ങനെ ഓവറായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ കൂടി കളിക്കുന്ന ഒരാളല്ല. ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഓവറായിട്ട് അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കൂടി കളിക്കുന്ന ഒരാളല്ല. അച്ഛൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഞാൻ, കുഞ്ഞാവ, അമ്മ. നമ്മ നാലാളാണ് അച്ഛൻ്റെ ഒരു ലോകം. അതുപോലെ തന്നെ അച്ഛനും അമ്മമ്മയും. വീട്ടിലേക്ക് നേരത്തെ വന്നാലും നമ്മളെയും കൂടി ഇതുപോലെ പുറത്തു പോകും. അതിപ്പം രാവിലെ ആണോ രാത്രിയാണോന്നില്ല, അച്ഛന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പുറത്തു പോകും. അപ്പം പുറത്ത് വന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ എല്ലാവരും കൂടി കോക്ടെയിൽ കുടിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയത് ഫാൻസിയിലേക്കാണ്. തറവാട്ടിൽ തെയ്യാണ്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഫാൻസി ഐറ്റംസ് മേടിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുറത്തിറങ്ങുന്നതാണ്. പുറത്തിറങ്ങുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട മേക്കപ്പ് സെറ്റ് മേടിക്കുക. എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ അങ്ങനെ വീട്ടിലധികം ചടഞ്ഞുകൂടിയിരിക്കാത്ത ഒരാളാണ്. അധികം ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പരായാലും അച്ഛൻ്റെ അമ്മരപ്പരായാലും കുഞ്ഞാവരപ്പരായാലും ഇതുപോലെ പുറത്ത് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫാൻസി ഐറ്റംസ് മേടിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പുറത്ത് പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ വേണ്ട ഫാൻസി ഐറ്റംസ് എല്ലാം മേടിച്ചിട്ട് നേരെ പോയത് അച്ഛനൊരു ഷർട്ട് മേടിക്കാനാണ്. തറവാട്ടിൽ തെയ്യായതുകൊണ്ട് തന്നെ അച്ഛനൊരു ഷർട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു യെല്ലോ കളർ ഷർട്ടാണ് മേടിച്ചിട്ടുണ്ടായത്. അച്ഛൻ ആ ഷർട്ട് ആടെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്, അച്ഛൻ ഇല്ലാത്തൊരു കളറും. ഈ അരിനെല്ലിക്ക ഉപ്പിലിട്ട് കണ്ടപ്പം സത്യം പറഞ്ഞ എൻ്റെ വായിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വന്നിന്. അരിനെല്ലിക്ക മാത്രമല്ല, മാങ്ങ, നെല്ലിക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിന്. ആടെ നിന്ന് നേരെ പോയത് ഈ ഒരു തട്ടുകടയിലേക്കാണ്. ഈ ഒരു തട്ടുകടയിലത്തെ ദോശ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടോടെ ചുട്ട് തരും. അപ്പം ഞാനും കുഞ്ഞാവും ദോശ ഓർഡർ ചെയ്തു. അച്ഛനും അമ്മയും ചെറിയ ചെറിയ ചായക്കടി ഐറ്റംസാണ് അച്ഛനും അമ്മയും ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മളെ ദോശ വന്നിട്ടുണ്ട്. ഞാൻ ബൂസ്റ്റ് മേടിക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്, പക്ഷേ അതിന് മുന്നേ അവർ ചായ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചായ തന്നെ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെയും കുഞ്ഞാവരെയും കാളരാഗലം കേട്ടാണ് അച്ഛൻ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഇല്ലേ.